നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ, പട്ടം, ട്രിവാൻഡ്രം. മഴക്കാലത്ത് പല ശ്വാസകോശ രോഗങ്ങളും കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. മഴക്കാലത്ത് അന്തരീക്ഷത്തിൻ്റെ ഈർപ്പം കൂടുന്നതുകൊണ്ട് തന്നെ അണുക്കളായ വൈറസുകളും ബാക്ടീരിയകളും വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി പകരുകയും ചെയ്യാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ജലദോഷം, പിന്നെ നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ന്യൂമോണിയ തുടങ്ങിയവയാണ്. എന്നാൽ ഇൻഫ്ലുവൻസ പോലത്തെ H1N1 ഇൻഫെക്ഷൻസ് നമ്മളിപ്പോൾ ധാരാളമായി കാണാറുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശത്തെ ദീർഘനാളായിട്ട് ബാധിക്കുന്ന ആസ്മ, COPD തുടങ്ങിയ അസുഖങ്ങൾ കൂടുതലായിട്ട് വഷളാകുന്നത് നമ്മൾ ഈ സമയത്ത് കാണാറുണ്ട്. ഈർപ്പം കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ഭിത്തികളിൽ പൂപ്പലുണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. ഇപ്പോൾ പൂപ്പലുണ്ടാകുമ്പോൾ അത് ഇൻഫെക്ഷൻസിനും അല്ലെങ്കിൽ അലർജി ട്രിഗറായിട്ടും അത് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്മ പോലത്തെ രോഗങ്ങൾ കൂടുതലായിട്ട് ഈ സമയം കാണാൻ ഇടയാകാറുണ്ട്. ഈ സമയത്ത് കൂടുതലായി ഇൻഫെക്ഷൻസ് പ്രായമായവരിലും കുട്ടികളിലുമാണ് കൂടുതലായി കാണുന്നത്. എന്നാൽ എല്ലാ പ്രായക്കാരിലും ഈ സമയത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മഴക്കാലത്ത് ഇത് പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ല വായു സഞ്ചാരം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത് നമ്മുടെ ഭിത്തിയിലുണ്ടാകുന്ന പൂപ്പൽ പോലത്തെ കാര്യങ്ങൾ നമ്മൾ തുടച്ചു മാറ്റുവാനും അത് അലർജിക്ക് ഒരു കാരണമാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എല്ലാം തന്നെ നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതാണ്. കാരണം ഇതൊക്കെ നമുക്ക് അലർജി ഉണ്ടാകാനും ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും എല്ലാം തന്നെ കാരണമാകാറുണ്ട്. നാലാമതായി നമ്മൾ ഇൻഫെക്ഷനുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടത്. ചെറിയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണെങ്കിലും അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത്, പ്രത്യേകിച്ച് നമുക്ക് അസുഖമുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പോഷകാഹാരങ്ങൾ കഴിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഡോക്ടർമാർ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഇപ്പോൾ ഇൻഹേലർ പോലത്തെ മരുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു മരുന്നുകളുണ്ടാകാം. അതെല്ലാം തന്നെ കൃത്യമായി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചെറിയ മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് ഈ സമയത്ത് ശ്വാസകോശ രോഗങ്ങളെ മാറ്റി നിർത്തുവാനും ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. നന്ദി, നമസ്കാരം.